നടക്കൂ. ഇത് അല്ല വി എം സുധീരൻ പറഞ്ഞതിൽ നിന്ന് തന്നെ തുടങ്ങണം. വി എം സുധീരൻ അവിടെ വന്ന് പറയുന്നത് പാർട്ടിയിൽ ചർച്ച നടക്കുന്നില്ല, ഒരു കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാവരുമായും ചർച്ച ചെയ്തിട്ടല്ല എന്നുള്ള കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല. അത് അല്ലാതെയും ബെന്നി ബെഹനാൻ, ദീപദാസ് മുൻഷിയെ കണ്ടി പരാതി പറഞ്ഞിരുന്നു, കെ സി ജോസഫ് പറഞ്ഞിരുന്നു. അപ്പോൾ പാർട്ടിയിൽ ഒരു വിഭാഗം മാത്രം ആലോചനകൾ നടത്തുകയും എല്ലാവരുമായി കൂടിയാലോചിക്കാതെ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കെ സുധാകരനെതിരായ ഒരു പരാതിയാണ്. അപ്പോൾ അത് പറഞ്ഞ വി എം സുധീരനെ അപമാനിക്കുകയാണ് ചെയ്തിട്ട്. അദ്ദേഹം 2 വർഷം മുമ്പ് പാർട്ടി വിട്ടു എന്ന് പറഞ്ഞ ആളാണ്. 2 വർഷത്തിന് ശേഷമാണ് ഒരു യോഗത്തിന് വരുന്നത്. ഇവിടെ വന്ന് ഇത് പറയണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം 2014 പരാജയത്തിൻ്റെ കാര്യം തൻ്റെ മേലാണോ കെട്ടിവെച്ചത്. അപ്പോൾ അന്ന് ഇവിടെ നിന്ന് സോണിയാഗാന്ധിക്ക് പോയിരിക്കുന്ന പരാതി എന്തായിരുന്നു എന്ന് അതേപടി വായിച്ചു. അതൊക്കെ വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ ദീപാദാസ് മുൻഷി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പരാതി പറഞ്ഞു പോയി. ഇവിടുത്തെ മുഴുവൻ പൊളിറ്റിക്സും അവർക്ക് അറിയണമെന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വി എം സുധീരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇദ്ദേഹം പറയുക മറുപടി അർഹിക്കുന്നില്ല എന്ന് പറയും. ആ രൂപത്തിലാണോ മറുപടി പറയേണ്ടത്? ഇപ്പോൾ നമുക്ക് കെ സുധാകരൻ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ പറയുകയും പിന്നെ തിരുത്തിക്കാനും അല്ലെങ്കിൽ അത് അങ്ങനെയല്ല അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കാനും മറ്റൊരു നേതാവ് കൂടെ വരേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ കേരള യാത്ര നടത്താൻ പോവുകയാണ്. ആ യാത്രയിലും ഉടനീളം അദ്ദേഹത്തിനൊപ്പം വി ഡി സതീശനുണ്ടാകും, ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അങ്ങനെയല്ല പറഞ്ഞത് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അദ്ദേഹം എന്ത് കാര്യങ്ങളാണ് നിയന്ത്രിക്കാമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് നിലവിൽ തന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നു, ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അവിടെ പോയി 15 ദിവസം അവിടെ നിന്ന് ഇപ്പോൾ സൂം മീറ്റിങ്ങിലാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ പാർലമെൻറ്റിലായിരിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡൽഹിയിലായിരിക്കുമ്പോൾ ഞാൻ സൂം മീറ്റിംഗാണ് നടത്താൻ, ന്യൂയോർക്കിൽ അത് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് പറയുന്നത്. ഒരു തമാശയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. Meet the editors.